ഈ ഫോൺ തിരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള തെളിവുണ്ട്. ഇത് ആരുടെ ഫോണിക്കാം? ഈ പറഞ്ഞ വ്യക്തിയുടെ നമ്പർ എന്റെ കയ്യിലില്ല. ഞങ്ങൾ ഈ ടോപ്പിക്കിൽ ഇടപെടാത്തതിന്റെ മെയിൻ കാരണം നാളെ ഒരിക്കൽ ഈ വീട്ടിലേക്ക് അങ്ങനെ കയറേണ്ടി വന്ന എന്തായാലും ബന്ധുക്കളാണ് തിരിച്ച് എന്നെയും കാണ്ടി വന്ന മിണ്ടണല്ലോ. ഞങ്ങളെ വശത്തുനിന്നൊരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇതുവരയ്ക്ക് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മിണ്ടാത്തതിന്റെ മെയിൻ കാരണം. കാരണം എനിക്ക് വിഷമം വന്നത് ഞാൻ അവിടെ വേണമെന്നൊക്കില്ല. തലേദിവസമുള്ള ചെക്കന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ശോഭയ്ക്ക് വാച്ചടിക്കുള്ള വാശ അച്ഛനമ്മേനെയാണ് തല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ തിരക്കിന്റെ ഇടയില് ഇവളും കൊണ്ട് പോയി. ഇതൊക്കെ ചെയ്യ ഒരാള് വേണ്ടേ? കൊണ്ടുപോവാൻ ഓരോന്ന് കാശില്ലാത്ത കാര്യമില്ല. നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരാള് വേണം. ഞാനിത് എന്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും, തട്ടും, കൂടോത്രം ചെയ്യും. എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവന്റെ വീട്ടുകാർക്ക് വരെ കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. എന്തൊരു 1000 കൂടോത്രം ഉണ്ടായാലും 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്തോ ഉണ്ടാവും, എന്തോ ഗുളികൻ എന്തോ ഉണ്ടാവും. പിന്നെ അവനോട് ഒന്ന് റിയാക്ഷൻ വീഡിയോക്കാർക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എല്ലാരും അവരുടെ ജീവിതം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടും. എന്നിട്ട് കുറ്റം മൊത്തം റിയാക്ട് ചെയ്യുന്നവർ എന്താ ഇവൻ പറയുന്നത്? നമുക്കിപ്പോ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യം റിയാക്ട് ചെയ്യാം. അവസാനം വരെ എല്ലാവരും ഈ വീഡിയോ കാണുക. ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഉറപ്പായി താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയുടെ കഥ തീർന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. തുരിതുരാ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും തോപ്പം വീഡിയോ ഇടും. ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പൊന്നുവിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും പൊന്നു, കൊച്ചൻ, ഓമന പേരുകളാണ് നമുക്കറിയാം. അവരുടെ യഥാർത്ഥ പേര് നമുക്കറിയത്തില്ല. എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം ഉപ്പുമുളകും ലൈറ്റിന്റെ അമ്മയും അച്ഛനും ഒക്കെ കുറെ റിയാക്ഷൻ വീഡിയോക്കാരെ വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഉണ്ടായി. അങ്ങനെ കുറെ റിയാക്ഷൻ വീഡിയോക്കാരും ISROയിലൊക്കെ പോയി ടച്ച് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് ഇവരുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എന്താണെന്ന് അവരുടെ വീഡിയോ കണ്ടിട്ട് വരാം. എന്റെ സഹോദരി എന്നോട് പറഞ്ഞു, ചേച്ചി ഈ വ്യക്തിയോടും ചോദിച്ചു നോക്ക്, ആളും കൊടുങ്ങല്ലൂരാണല്ലോ എന്ന്. ആ പെൺകുട്ടിയുടെ പേരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആള് അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അപ്പോൾ ആ പേര് ഇതിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, ആളെ വിളിച്ചു, എടുക്കണില്ല, കിട്ടിയില്ല. അപ്പൊ ഇതില് ആ ഒരു വ്യക്തി ആദ്യം പറഞ്ഞത് ഷെബിനാണ് ഇതിന്റെ പിന്നില് വന്നത് എന്നുള്ളതാണ്. ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് ഇതിന്റെ പ്രൂഫ് വന്നത് എനിക്കാണെന്നുള്ള ഫോണിക്കാണ് വന്നത്. എന്റെ കൂട്ടുകാരിയാണ്. അപ്പൊ എനിക്കാണ് അയച്ചത്. നന്ദന അല്ലെങ്കിൽ കുഞ്ഞന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ആ ചെറുക്കനെ പറ്റി അന്വേഷിക്കാൻ കുഞ്ഞൻ തന്നെ ചേച്ചിയെ ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ ചേച്ചി കുഞ്ഞനെ പറ്റി അന്വേഷിക്കാൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂരുള്ള ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. അപ്പം ആ പുള്ളി ആ ചെറുക്കനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പൊന്നുവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം ഈ കാര്യങ്ങൾ പൊന്നു വീട്ടിൽ അവതരിപ്പിച്ചപ്പം അത് പ്രശ്നമായി. കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ എത്തിപ്പെട്ടു എന്നാണ്. ആകെ കുഴഞ്ഞു കുറഞ്ഞ് കിടക്കുകയാണ്. പലരും പല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു ഷെബിനാണ് ഇതിന്റെ പിന്നില് മെസ്സേജ് അയച്ച് ഇത് പുറത്തു കൊണ്ടുവന്നേന്ന്. ആദ്യം കളിച്ച എന്റെ സഹോദരിനെ. അതിന്റെ മെയിൻ കാരണം ഞാൻ പറയാം. എന്നിട്ട് ഞാൻ മെസ്സേജ് ഞാൻ വിട്ട് കളഞ്ഞു. എനിക്ക് ഇതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ചെക്കൻ്റെ ഇടാനായിട്ട് ഇങ്ങനെ ഏകദേശം ഉറപ്പിച്ച് ചെക്കൻ്റെ വീട് കാണാൻ പോണ ചടങ്ങിന്റെ ക്ഷണിക്കാൻ പോണ അന്നൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ മെസ്സേജ് വന്നത്. വന്ന ആവശ്യം ഞാൻ എന്റെ കൂട്ടുകാരോട് തന്നെ പറഞ്ഞു, അതിപ്പോ ഇനി വീട്ടിൽ പറയണില്ല, പറഞ്ഞു കഴിഞ്ഞപ്പോ അവളെ കല്യാണം മുടക്കണ പോലെ ആവില്ല, ഞാൻ പറയണില്ല എന്ന് പറഞ്ഞപ്പോ അവൾ എന്നെ പറഞ്ഞു, പക്ഷെ നീ ഇത് പറയണം. നാളെ ഒരിക്കൽ സഹോദരി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വന്നാ നീ ഇതറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു എന്നുള്ള പേരിന് എനിക്ക് വരരുത്, നീ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ അമ്മോട് ലൈറ്റായിട്ട് ഞാൻ അമ്മോട് സൂചിപ്പിച്ചു, അമ്മ ഇങ്ങനെ ഒരു മെസ്സേജിന്റെ ദിവസം വന്നിട്ടുണ്ട്. എന്റെ കൂട്ടുകാരി ഈ മെസ്സേജ് പോയത് പെണ്ണ് കാണാൻ വന്ന ആഴ്ചയിലാണ്. അത് ആ പയ്യനെ പറ്റി സെലിബ്രിറ്റിയായ കൂട്ടുകാരി കുറെ ഇൻഫർമേഷൻ പൊന്നിനോട് പറയുകയാണ്. ആ കാര്യങ്ങൾ പൊന്നു വീട്ടിൽ അവതരിപ്പിച്ചു. ഇതേ സമയം അനിയത്തി ചേച്ചിയോട് പറയുന്നുണ്ട് അവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെ. അപ്പം അതും ഒരു കൺസിഡറേഷനിൽ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ അന്വേഷിച്ചപ്പോൾ അവനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ വീട്ടുകാർക്ക് താല്പര്യമില്ലാതാവുന്ന ഒരു മൈൻഡ് സെറ്റ് വന്നെങ്കിലും അവരതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പം ആ പെൺകുട്ടി അവസാനം എൻഗേജ്മെന്റ് കഴിഞ്ഞ പയ്യനുമായിട്ട് തന്നെ ഒളിച്ചോടുകയാണ് ഉണ്ടായത്.
ബിക്കോസ് എൻഗേജ്മെന്റും കല്യാണത്തിനും ഇടയ്ക്ക് സമയമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കല്യാണത്തിലേക്ക് ചെന്ന് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. ബാക്കി നമുക്ക് എന്താണ് പറയാൻ നോക്കാം. ഇനി അടുത്ത സർട്ടിഫിക്കറ്റ് കേസാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു അതായത് ഈ വർക്കിൽ നിൽക്കുന്ന ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു, അതായത് UAE നമ്മുടെ എന്തായിരുന്നു എണ്ണപ്പാടത്തിന്റെ ഇതില്ലേ, അതില് UAE മൊത്തം നിയന്ത്രിക്കുന്ന ഒരാളുടെ വൈഫിന്റെ വർക്കായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളും ആളും തമ്മിലുള്ള ഒരു സംസാരത്തിന്റെ ഇടയിൽ ഈ ഒരു ഇവനോട് എഡ്യൂക്കേഷൻ ചോദിച്ചു. ആൾക്ക് ഇവനെ ഇഷ്ടപ്പെട്ടപ്പോ ഇവനോട് എഡ്യൂക്കേഷൻ ചോദിച്ചു. നമ്മളെ അപ്പോഴും ആള് പറഞ്ഞു ഞങ്ങളിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇവന്റെ കേസിലേക്ക് ഇങ്ങനെ ചോദിച്ചിട്ട് 2 ദിവസം മറക്കണ്ടായിരുന്നു. നമ്മള് ഈ ഒരു ഫീൽഡായിട്ട് പോണ കാരണം നമ്മളത് മൈൻഡ് ആക്കാതെ, അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ഒരു അനിയുണ്ട്, അനിയത്തിയുടെ ഭർത്താവാൻ പോണ, അവന് ഒരു ജോലി വാങ്ങിച്ചു തരുമോ ചോദിച്ചു. അവൻ ഈ ഫീൽഡാണ്, അപ്പൊ അവൻ ലൈഫ് സേഫ് ആവൂല, അവന് ജോലി. അതിനും തെളിവ് ഞാൻ വേണമെങ്കിൽ ആള് ഒരു വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായല്ലേ അവിടെ എന്താ സംസാരം ഉണ്ടായെന്നുള്ളത് ഞാൻ വേണേ പ്രൂവ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു സർട്ടിഫിക്കറ്റും പിന്നെ എന്നിട്ട് സിവിയും കാണിച്ചു തരാം, സിവിയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് അവിടെ വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ ഇതാണ് ആവശ്യം, ഇതൊന്ന് അയച്ചുതരാൻ പറ. അല്ല ഇത് അതിന് മുന്നേ നമുക്ക് ഇത് അത് മറ്റേ വർക്കിലായിരുന്നു. 2 വർക്കിൽ ഞങ്ങൾ 2 വർക്കിന്റെ അവിടെയും ഈ വ്യക്തിയുടെ ഇത് ഫസ്റ്റ് ഇത് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലണ്ടിലാ എവിടെയുള്ള ആൾക്കാണ് നമ്മൾ ഇത് പറഞ്ഞത്. മറ്റേ UAE ഇത് ഇനി 2ാമതാണ് വരാൻ പോണേത് കേട്ടാ. അപ്പൊ നമ്മൾ 2 വ്യക്തികളോടും ചോദിച്ചിട്ടുണ്ട്. 2 വ്യക്തികളുടെ നമ്പർ നമ്മളെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പൊ UAE നല്ല സാലറി വന്നപ്പോ നമ്മുടെ സഹോദരിക്ക് നല്ലൊരു ജോലി, അവന്റെ ഹസ്ബൻഡിക്ക് നല്ല ജോലി കിട്ടി, ഹാപ്പി ആയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നിന്നത്. അപ്പൊ ചോദിച്ചപ്പോ 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. അപ്പൊ അവര് നമ്മളോട് ചോദിച്ചു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, എന്താ വേണ്ടേ ചോദിച്ചപ്പോ ചോദിച്ച അവസാനം വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല പറഞ്ഞു. അവിടുന്ന് പിണങ്ങി പോകുന്നതാണെന്ന് പറഞ്ഞു. അത് നമ്മൾ മെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പൊട്ടന്മാരൊന്നുമല്ല. അതും ഫുള്ളായി പറയേണ്ട വെച്ചാൽ അവിടെയും പറഞ്ഞ ഒറ്റ ദിവസം അതിന്റെ സർട്ടിഫിക്കറ്റ് എന്താ പറയാ ഇവര് ചിന്തിക്കുന്ന കമ്പനിക്കുള്ള ജോലിക്കോ കാര്യങ്ങളൊക്കെ കിട്ടില്ല, അതിൽ എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അത് ഫ്രോഡ് തരുന്നല്ല. ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നല്ലൊരു ഇതിൽ കിട്ടാൻ പറ്റില്ല എന്നാണ് ആൾ എന്നോട് പറഞ്ഞത്. അതാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മോടും, കാരണം നമ്മളൊരു കാര്യം അറിഞ്ഞു, ഇവരെന്നോട് ചോദിക്കുമ്പോ എനിക്കതിന് ഉത്തരം കൊടുക്കണം വേണ്ടേ. പയ്യന്റെ പഠിച്ച ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വാലിഡ് ആയ ഡോക്യുമെന്റ്സ് അല്ല, അല്ലെങ്കിൽ വാലിഡ് ആയ സർട്ടിഫിക്കറ്റ്സ് അല്ല എന്ന് സബ്മിറ്റ് ചെയ്ത ഓഫീസിലുള്ള മെയിൻ ആയിട്ടുള്ള ആള് പറയുകയാണ്. ഇത് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ല, അല്ലെങ്കിൽ വാലിഡിറ്റി ഇല്ല എന്നുള്ള ഈ കാര്യം പറയുകയാണ്. ഇതൊക്കെ വീട്ടിൽ അവതരിപ്പിക്കുകയാണ് ഇവരെ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ എന്തായി പ്രശ്നം കൂടുതൽ വഷളാവുകയാണ്. ആദ്യമേ ഇതൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ ഇളയ പെൺകുട്ടി പിന്നീട് ഇവർക്ക് എന്നിട്ട് പണി കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് ഇവര് പറയുന്നത്. ഇവര് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവരോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഇവര് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ അവസാനം ഈ അന്വേഷിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി, ഇളയ പെൺകുട്ടി ഫിയാൻസിയോടെ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം അവതരിപ്പിച്ച് ഇരിക്കുകയാണ്. അപ്പൊ അവർ നോക്കിയപ്പോൾ ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, ഉടനെ തന്നെ അവര് ഒളിച്ചോട്ട പ്ലാനിലേക്ക് എത്തി ഒളിച്ചോടുകയാണ് ഉണ്ടായത്. ബ്ലോക്ക് ചെയ്തത് അതും ഇവനല്ല, ഞാനാണ് ബ്ലോക്ക് ചെയ്തത്. എന്റെ കൂടെ പുറപ്പിനല്ല ഞാൻ ബ്ലോക്ക് ചെയ്തത്. പറഞ്ഞു നടക്കുന്നത് ആളെനെ ഈ സഹോദരിനെ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയണത്. പക്ഷെ സഹോദരിനെ അല്ല, ആ സഹോദര ബ്ലോക്ക് ചെയ്തു നടക്കണത്. ഞാൻ സഹോദരിനെ കെട്ടാൻ പോണ ചെക്കനാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. ബ്ലോക്ക് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ ഫോണിലുണ്ട്. ബ്ലോക്ക് ചെയ്യാൻ റീസൺ ഇത് ഈ രൂക്ഷമാവുകയാണെന്നനുസരിച്ച് തെളിവുകളുമായിട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്. എന്റെ നല്ല തെളിവുണ്ട്. ബ്ലോക്ക് ചെയ്യാൻ കാരണം ഞാനിത് എന്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും, തട്ടും, കൂടോത്രം ചെയ്യും. എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവന്റെ വീട്ടുകാർക്ക് വരെ കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. എന്തൊരു 1000 കൂടോത്രം ഉണ്ടായാലും 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്തോ ഉണ്ടാവും, എന്തോ ഗുളികൻ എന്തോ ഉണ്ടാവും. പിന്നെ അവനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ അവരോട് ഈ ഗുളികൻ പെരുമാറുന്നൊക്കെ ഇവളെന്നെയാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ്. പയ്യനും കൂടോത്രവും പരിപാടികളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്ത് പരിപാടി എടുത്താലും എല്ലാത്തിലും കൂടോത്രം എന്ന് പറയുന്നത് ഐറ്റമാണ് അല്ലെ. അപ്പൊ ഇവരുടെ ഈ ഇതില് ആ പയ്യൻ കൂടോത്രവും പരിപാടികളും ഒക്കെ ഉണ്ടെന്നാണ് ഇവര് പറയുന്നത്. ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. 2025 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരും കൂടോത്രത്തിലൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന് ഇതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് പേടിപ്പിക്കാനെങ്കിൽ ഉള്ളതാണോ വലിയോ നമുക്കറിയില്ല. പേടിപ്പിക്കാൻ
ചെയ്യാനെങ്കിലും കാട്ടിക്കൂട്ടുകൾ കുറെ ചെയ്യുന്നുണ്ട്.